മുഅ്മിനീങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം എത്ര സൂക്ഷിച്ച് ജീവിച്ചാലും, എത്ര അല്ലാഹുവിന് ഇബാദത്തോടു കൂടെ ജീവിച്ചാലും, നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും വന്നുപോകുന്ന വലിയൊരു ദോഷമാണ് ഹറാമിയത്തിൻ്റെ നോട്ടം എന്നുള്ളത്. പലപ്പോഴും നാം അതിനെ ഗൗരവത്തിൽ കാണുന്നില്ല. എനിക്ക് കുറേ നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, ഞാൻ ഫർള് നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകളുണ്ട് എന്ന് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ഹറാമിയത്തിൻ്റെ നോട്ടം അത് വലിയൊരു വിഷയമൊന്നും അല്ല എന്ന് കരുതി പലപ്പോഴും നാം അതിൻ്റെ പിന്നാലെ പോവുകയാണ്. അതിനെക്കുറിച്ച് അത്രമാത്രം ഗൗരവമോ സൂക്ഷ്മതയോ നമ്മളെ ജീവിതത്തിൽ വരുന്നില്ല. ഇത് വലിയൊരു തെറ്റാണ്, വലിയൊരു പാപമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ നമ്മെ വിരോധിച്ച, വളരെ ഗൗരവത്തോടു കൂടെ നമ്മെ പഠിപ്പിച്ച വിഷയമാണ്. മുഅ്മിനീങ്ങളോട് പറയൂ നബിയെ, അവരുടെ കണ്ണുകൾ അവർ ചിമ്മട്ടെ, ഹറാമിയത്ത് കാണുന്നതിന് തൊട്ട്. അപ്പോൾ ഹറാമിയത്ത് കാണുന്നതിന് തൊട്ട് നാം നമ്മുടെ കണ്ണുകൾ ചിമ്മിയിട്ടില്ലെങ്കിൽ നാം പിന്നെ ഒരിക്കലും അള്ളാഹുവിന് വഴിപ്പെട്ടവർ ആവുകയില്ല. മറ്റുള്ള എത്ര വലിയ ഇബാദത്തുകൾ ഉണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ നമ്മളെ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അതേ സമയത്ത് ഹറാമിയത്തിൻ്റെ നോട്ടത്തിനെ തൊട്ട് ഒരാൾക്ക് സൂക്ഷിക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തൗഫീക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതേ സ്വകാര്യമായി ആരും അറിയാതെ സ്വന്തത്തിൽ എന്തും എത്രയും ഹറാമിയത്ത് കാണാൻ പറ്റാവുന്ന ഈ അവസരങ്ങളിൽ പോലും അവൻ ഹറാമിയത്ത് കാണാതെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തൗഫീക്ക് തന്നെയാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. ആ തൗഫീക്ക് കിട്ടാൻ വേണ്ടിയാണ് നാം എല്ലാവരും പ്രയത്നിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നാം അധ്വാനിക്കേണ്ടത്. ബഹുമാനപ്പെട്ട അബുൽ ഹസനിൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മൻ ഗളള ബസറഹു അനിൽ മുഹറമി ഔറസഹു അല്ലാഹു ബിദാലിക ഹിക്മതൻ അലാ ലിസാനിഹി യഹ്തദി ബിഹാ സാമിഉഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാണ്, നോക്കരുത്, അതിനെ തൊട്ട് കണ്ണ് ചിമ്മണമെന്ന് പറഞ്ഞ ഏതെല്ലാം വിഷയങ്ങളൊന്നും ഉണ്ടോ അതിൽ നിന്ന് ഒരു മുഅ്മിൻ അവൻ്റെ കണ്ണുകൾ അവൻ ചിമ്മിയാൽ അതേ അത്തരത്തുള്ള ഹറാമിയത്തിൻ്റെ നോട്ടം അവൻ്റെ ജീവിതത്തിൽ വരുന്നില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവാണ് ഈ കണ്ണ് നൽകിയവൻ, അതിന് ശുക്റായി നന്ദിയായി ഞാൻ ഒരിക്കലും ഈ കണ്ണുകൊണ്ട് ഹറാമിയത്ത് കാണില്ല എന്ന് വളരെ വളരെ നിർബന്ധത്തോടു കൂടെ ഒരാൾ അതിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അവന് അല്ലാഹു നൽകുന്ന വലിയൊരു സ്ഥാനമാണ് ഔറസഹുല്ലാഹു ബിദാലിക ഹിക്മതൻ അലാ ലിസാനിഹി. അവൻ്റെ നാവിന് വലിയ ശക്തി ഉണ്ടാകും. അവൻ എന്ത് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും അത് സ്വീകരിക്കുന്നൊരു രീതിയിൽ, മറ്റൊരാളുടെ മനസ്സിനെ തട്ടുന്ന രീതിയിൽ ആയിരിക്കും അവൻ്റെ സംസാരം. അവൻ ആരോട് പറഞ്ഞാലും അതൊക്കെയും എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ആയിരിക്കും. അങ്ങനെ ഒരു പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകുകയാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, അതേ ഹറാമിയത്തിന് തൊട്ട് വിട്ടുനിൽക്കാത്തവൻ, ഹറാമിയത്ത് കാണുന്നതിനെ തൊട്ട് അവൻ്റെ ജീവിതയെ അവൻ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവൻ ആരോട് എന്ത് സംസാരിച്ചാലും എന്ത് ഉപദേശിച്ചാലും അതിനൊരു ഫലമുണ്ടാവൂല. ആരും അത് സ്വീകരിക്കില്ല. കേൾക്കലുണ്ടാകും, പക്ഷേ അത് ആരുടെ മനസ്സിൽ തട്ടൂല. കാരണം എന്തേ? ഈ പറയുന്നവൻ്റെ ജീവിതം അത്രമാത്രം സൂക്ഷ്മത ഇല്ലാത്തതിൻ്റെ പേരിലാണ്. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, വമൻ അഗള ബസറഹു അൻ ശുബ്ഹതിഹി, ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിനെ തൊട്ടും അതേ ഹറാമിയത്തിലേക്ക് പോകുമോ എന്ന് പേടിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് ഒരാൾ അവൻ്റെ കണ്ണിനെ ചിമ്മിയാൽ
അത് ഒന്നും കൂടി അങ്ങോട്ടുള്ള തഖ്വയുടെ ആ മർത്തബയാണ്. അങ്ങനെ ഹറാമിയത്ത് വന്നു പോകുമോ എന്ന് പേടിച്ച് ഹറാമിയത്ത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ തൊട്ടും ആ ഒരു മുഅ്മിൻ അതെ അവന്റെ കണ്ണിനെ അവൻ സൂക്ഷിച്ചാൽ അവന് അല്ലാഹു നൽകുന്ന സ്ഥാനം എന്താണ്? നവ്വറല്ലാഹു ഖൽബഹു ബിനൂരിൻ യഹ്തദി ബിഹി ഇലാ ത്വരീഖി മർളാത്തിഹി. അവന്റെ കൽബ് വലിയ പ്രകാശമുള്ള കൽബായിരിക്കും. അതെ അല്ലാഹുവിന്റെ വഴിയിലേക്ക് അവന് അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള എല്ലാ വഴികളും അല്ലാഹു തുറന്നു കൊടുക്കൂ. അവനൊരു അല്ലാഹു ഏറെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത് വലിയൊരു വിഷയമാണല്ലോ. ഇന്നത്തെ കാലത്ത് മറ്റുള്ള പല ഇബാദത്തുകളുണ്ട് എന്ന് വരാം, പല നിസ്കാരങ്ങളോ ഖുർആനോത്തുകളോ ഇത്തരത്തിൽ ഇബാദത്തുകൾ പലപ്പോഴും എല്ലാവരിലുണ്ട്. പക്ഷേ വളരെ ഗൗരവത്തിൽ ഇല്ലാതെയായി പോകുന്നത് ഇത്തരത്തിലുള്ള ഹറാമിയത്തിന്റെ നോട്ടത്തിൽ നിന്നുള്ള പിന്മാറൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായി പോവുകയാണ്. എവിടെ നോക്കിയാലും ഹറാമിയത്ത്, എങ്ങനെ നോക്കിയാലും ഹറാമിയത്തോൾ കാണുന്ന ഈ സമയങ്ങളിൽ ഒരാൾ ഹറാമിയത്തിനെ തൊട്ട് വിട്ടുനിൽക്കുന്നുണ്ട്, അവന്റെ കണ്ണിനെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖ് തന്നെയാണ്. അവനെ അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവനിക്ക് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ വലിയൊരു അടയാളമാണ്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുക, ഗൗരവത്തോടു കൂടെ കാണുക ഈ വിഷയം. ഇത് നിസാരതയോടുകൂടെ കാണേണ്ട വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.